നമസ്കാരം. ഞാൻ അപ്പു ജോൺ ജോസഫ്, തൊടുപുഴയിലെ UDF സ്ഥാനാർത്ഥിയാണ്. ഓട്ടോറിക്ഷ ചിഹ്നത്തിൽ ഞാൻ തൊടുപുഴയിൽ നിന്നും നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നു. ജൂൺ മിഡ് കാൻഡിഡേറ്റിൽ നിറക്കൂടെയുള്ളത് ഞാൻ RJ മാനസി. അപ്പോൾ ഇതാ ഇലക്ഷനോട് നമ്മളിങ്ങനെ അടുത്തുകൊണ്ടിരിക്കുകയാണ്. സ്ഥാനാർത്ഥികളെ അടുത്തറിയാൻ വേണ്ടി ജൂൺ ഇപ്പോൾ ഇതാ എത്തിയിരിക്കുന്നത് മുനിസിപ്പൽ പാർക്കിലാണ് തൊടുപുഴ. അപ്പം ഞാൻ മാത്രമല്ല, ഇവിടെ എൻ്റെ കൂടെ തൊടുപുഴയുടെ സ്ഥാനാർത്ഥിയായിട്ടുള്ള അബു ജോൺ ജോസഫാണുള്ളത്. അപ്പോൾ നമുക്ക് അദ്ദേഹത്തിനെ കുറിച്ച് കൂടുതൽ അറിയാം അല്ലേ. വളരെ വ്യത്യസ്തമായിട്ടുള്ള ഒരു പേരുള്ള സ്ഥാനാർത്ഥിയാണ് അബു ജോൺ ജോസഫ്. അപ്പോൾ ഒരു പേരിൻ്റെ കഥയിൽ നിന്ന് തന്നെ നമുക്ക് തുടങ്ങിയാലോ? ഇതൊരു ബംഗാളി പേരാണ്. സത്യജിത് റേ എന്ന് പറഞ്ഞൊരു പഴയൊരു മൂവി ഡയറക്ടറുണ്ട്. അദ്ദേഹത്തിൻ്റെ ഒരു മൂവി ട്രിലോഗിയുണ്ട്, പദർ പാഞ്ചാലി, അബൂർ സൻസാർ, അപരാജിതോ. ആ 3 സിനിമയിലെ ഒരു ക്യാരക്ടർ അപ്പു എന്ന് പറഞ്ഞൊരു കുട്ടിയുടെ ജനനം തൊട്ട് അദ്ദേഹം ഒരു അഡൽട്ട് ആവുന്ന വരെയുള്ള ജീവിത കഥയാണ്. അപ്പോൾ അപ്പച്ചൻ വലിയ സത്യജിത് റേ ഫാനായിരുന്നു. അപ്പം അങ്ങനെ ആ ഒരു സിനിമയിൽ നിന്നാണ് എനിക്ക് പേര് കിട്ടിയത്. അപ്പോൾ പഠനം ബാക്കി വിശേഷങ്ങളൊക്കെ എങ്ങനെയാണ്? പഠിച്ചത് ഞാൻ പല സ്കൂളുകളിൽ പഠിച്ചിട്ടുണ്ട്. തൊടുപുഴ ഡീപ്പോളിൽ നിന്നാണ് 10th കഴിഞ്ഞത്. പ്രീ ഡിഗ്രി തേവരയായിരുന്നു SH. പിന്നെ എഞ്ചിനീയറിംഗ് കോയമ്പത്തൂർ ഇലക്ട്രോണിക്സ് ആൻഡ് കമ്മ്യൂണിക്കേഷൻ ആയിരുന്നു. അതിനുശേഷം കരിയർ IT-യിലായിരുന്നു. ഞാൻ ട്രിവാൻഡ്രത്ത് ടെക്നോ പാർക്കിൽ IBS എന്നൊരു കമ്പനിയിൽ ഒരു 3-4 വർഷം ജോലി ചെയ്തു. അതിനുശേഷം സ്വിറ്റ്സർലൻഡിൽ സ്യൂറിക്കിൽ സ്വിസ് എയറിൻ്റെ IT-യിലായിരുന്നു. അപ്പോൾ അവിടെ ഒരു 7 വർഷം ജോലി ചെയ്തു. 2008 തിരിച്ചു വന്ന് കൃഷിയിലേക്ക് കടന്നു. ഇവിടെ പാലക്കാട് മീനാക്ഷിപുരത്ത് കുറച്ച് വെറും സ്ഥലം വാങ്ങി അവിടെ തെങ്ങും മാവൊക്കെ കൃഷിയിലായിരുന്നു. ഒരുപാട് വികസനങ്ങൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന ഒരു നാടാണ് തൊടുപുഴ. അപ്പോൾ ഇനിയുള്ള ഒരു 5 വർഷം തൊടുപുഴയ്ക്ക് എന്തൊക്കെ മാറ്റങ്ങളായിരിക്കും വരാനായിട്ട് പോകുന്നത്? തൊടുപുഴയിൽ ഇപ്പം അടിസ്ഥാനപരമായിട്ട് നോക്കുകയാണെങ്കിൽ തൊടുപുഴ ഈ ഇൻഫ്രാസ്ട്രക്ചർ, അടിസ്ഥാന സൗകര്യ വികസനങ്ങൾ ഏറ്റവും കൂടുതൽ സംഭവിച്ചൊരു പ്രദേശം. ഇവിടെ റോഡുകളുടെ കാര്യത്തിലാണെങ്കിലും കുടിവെള്ളം, മറ്റ് നമ്മുടെ ബേസിക് ഇൻഫ്രാസ്ട്രക്ചർ എല്ലാം നല്ല രീതിയിൽ കേരളത്തിലെ മറ്റേത് നിയോജക മണ്ഡലത്തെക്കാളും മുൻപന്തിയിലാണ്. ഈ തൊടുപുഴയുടെ ഇപ്പം നിലവിലുള്ള അടിസ്ഥാന സൗകര്യ വികസനങ്ങളെ തൊഴിൽ ഉൽപ്പാദക മേഖലകളാക്കി മാറ്റുക. അത് പ്രഥമ പരിഗണന കാർഷിക മേഖല തന്നെയാണ്. കാർഷിക മേഖലയിൽ കർഷകരെ സംരംഭകത്തിലേക്ക് കൈപിടിച്ചുയർത്തി ചെറിയ കർഷക സൊസൈറ്റികളും സംഘങ്ങളൊക്കെ ഉണ്ടാക്കി മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങൾ ഉണ്ടാക്കുന്ന ചെറുകിട പ്രൊഡക്ഷൻ യൂണിറ്റുകളുണ്ടാക്കി അതിൻ്റെ വിപണനവും അതിൻ്റെ ലോജിസ്റ്റിക്സുമൊക്കെ സർക്കാർ സഹായത്തോടെ നടപ്പാക്കി ഒരു കുടുംബത്തിലൊരു നല്ലൊരു ബാത്റൂമും ഒക്കെ ആയിട്ട് ഒരു സൗകര്യമുള്ളൊരു മുറിയും വീട്ടിൽ പാചകം ചെയ്യുന്ന ഭക്ഷണമൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ഈ ലോകം തൊടുപുഴ കാണാനെത്തും. അപ്പോൾ ഇപ്പോൾ തന്നെ പുറപ്പുഴയിലും അതിൻ്റെ മുകളിലൊക്കെ മലയുടെ മുകളിലൊക്കെ ചെറിയ ചെറിയ ഹോം സ്റ്റേകളുണ്ട്. അവിടെയൊക്കെ ഫ്രാൻസിൽ നിന്ന് ജർമ്മനിന്നൊക്കെ ഫാമിലികൾ വന്ന് താമസിക്കുന്നുണ്ട്. ഇതിലേക്ക് സൈക്കിൾ ഓടി നടന്ന്, അപ്പം ആ രീതിയിലുള്ള നമുക്ക് അപ്പോൾ ഒത്തിരി ടൂറിസ്റ്റുകളെ നമുക്ക് ഇങ്ങോട്ട് ആകർഷിക്കാൻ പറ്റും. അപ്പോൾ അതൊക്കെ ഈ കർഷക കുടുംബങ്ങൾക്ക് അധിക വരുമാനമാവും. അപ്പോൾ നാട്ടിൽ മാന്യമായ വരുമാനം കിട്ടുവാണെങ്കിൽ നമ്മുടെ ചെറുപ്പക്കാർ നാട്ടിൽ തന്നെ നിൽക്കും. അപ്പോൾ നമ്മുടെ ഇവിടെയുള്ള ഈ എന്ന് പറയുന്ന ഒരു എറണാകുളത്തിൻ്റെ ഒരു സാറ്റലൈറ്റ് ടൗണായിട്ട് അത് IT-യും അനുബന്ധ മേഖലകളും ഈ പറയുന്ന പോലെ എഡ്യൂക്കേഷൻ ആൻഡ് ഹെൽത്ത് കെയർ അതിൻ്റെയൊക്കെ ഒരു സമന്വയിപ്പിച്ചുകൊണ്ട് ഒരു തൊടുപുഴയുടെ സമഗ്രമായ ഒരു വികസനം, അത് തൊഴിൽ സാധ്യതകൾ കൂടുതൽ ജനറേറ്റ് ചെയ്യുന്ന ഒരു തൊഴിൽ ഹബ്ബായിട്ട് തൊടുപുഴയെ ഉയർത്തിക്കൊണ്ട് വരിക എന്നതാണ് ഒരു അടിസ്ഥാനപരമായിട്ട് ഇനി ചെയ്യാൻ ഉദ്ദേശിക്കുന്ന കാര്യങ്ങൾ ഒരു ജനപ്രതിയായിട്ട് വരികയാണെങ്കിൽ. പിന്നെ അതുകൂടാതെ ഇവിടെ നമുക്കിങ്ങോട്ട് ഒരു ഇൻഡസ്ട്രി നോൺ പൊല്യൂട്ടിങ് നമുക്കിവിടെ ഇൻഡസ്ട്രീസിൻ്റെ ഒരു ഹബ്ബാക്കി മാറ്റുക. പുറപ്പുഴയിൽ അവിടെ ഒരു 3 വാർഡുകളിൽ നമ്മളിത് പരീക്ഷണാർത്ഥം ചെയ്ത ഇവിടെ തൊടുപുഴ ഗാന്ധിജി സ്റ്റഡി സെൻറ്റർ എല്ലാ വീടുകളിലും നമ്മൾ ഈ അതായത് നമ്മുടെ കമ്പോസ്റ്റ് ഉണ്ടാക്കാനുള്ള കിറ്റുകൾ കൊടുത്തിട്ട് വീടിലെ ഉറവിട മാലിന്യ സംസ്കരണം, വീട്ടിൽ തന്നെ ഉണ്ടാക്കുന്ന മാലിന്യങ്ങൾ അതിനകത്ത് നിക്ഷേപിച്ച് അത് ഓർഗാനിക് വളമായിട്ട് മാറ്റുന്ന രീതിയിലുള്ളൊരു കാര്യം പരീക്ഷണാർത്ഥം അത് നല്ല രീതിയിൽ പ്രവർത്തിക്കുകയും ചെയ്ത കേരളത്തിൻ്റെ മാലിന്യ സംസ്കരണത്തിന് നമ്മളൊരു പുതിയ നയം സർക്കാർ പ്രഖ്യാപിക്കണം. അതിന് ഇതുപോലെയുള്ള വേസ്റ്റ് ടു എനർജി എന്ന ഞാൻ കൺസെപ്റ്റ് കൊണ്ടുവന്നാൽ ഈ വേസ്റ്റ് ഈസ് മണി, അല്ലെങ്കിൽ ഒരു ജനപ്രതിനിധി എന്ത് സംഭവം കൊണ്ടുവന്നാലും ആളുകളെ ബോധവൽക്കരിക്കേണ്ട ഒരു പ്രക്രിയ ഇവിടെ ഉണ്ട്. അപ്പോൾ തൊടുപുഴ നമുക്ക് 12 മണ്ഡലങ്ങളുണ്ട്, 12 പഞ്ചായത്തുണ്ട്, ഒരു മുനിസിപ്പാലിറ്റി ഉണ്ട്. അപ്പോൾ ഓരോ പഞ്ചായത്തിലും ഓരോ മുനിസിപ്പാലിറ്റിയിൽ ഇപ്പം ഉദാഹരണം പറഞ്ഞാൽ പുറപ്പുഴയാണെങ്കിൽ ഒരു പുറപ്പുഴ ഡെവലപ്മെൻറ്റ് ഫോറം അല്ലെങ്കിൽ പുറപ്പുഴ വികസന സമിതി ഉണ്ടാക്കുക. ആ വികസന സമിതിയിലേക്ക് നമ്മൾ അവിടുത്തെ ജനപ്രതിനിധികളും അവിടെയുള്ള കച്ചവടം ചെയ്യുന്ന
ബിസിനസ്സുകാരും കർഷകരും ജീവിതത്തിൻ്റെ വിവിധ തുറകളിലുള്ള ആളുകളെ പങ്കെടുപ്പിച്ചുകൊണ്ട് ആ ഒരു മേഖലയുടെ ആവശ്യങ്ങളും പ്രശ്നങ്ങളും മുന്നോട്ടുള്ള പുരോഗതിയുടെ കാഴ്ചപ്പാടുകളൊക്കെ അവർ ചർച്ച ചെയ്ത് ജനങ്ങളെ ബോധവൽക്കരണം പുറപ്പുഴയെക്കുറിച്ച് നല്ലത് സംഭവിക്കണമെന്ന് ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്ന പുറപ്പുഴക്കാരായിരിക്കും. മൈക്രോ ലെവൽ മാനേജ്മെൻറ്റ്, ചെറിയ പ്രശ്നങ്ങളെ നമ്മൾ കുഞ്ഞു കുഞ്ഞു പ്രശ്നങ്ങളായിട്ട് ബ്രേക്കപ്പ് ചെയ്യുക. അതുകൊണ്ട് അതിനകത്തുനിന്ന് ഓരോന്ന് നമ്മൾ പരിഹരിച്ച് പോയാൽ ഒരു പരിധി വരെ നമുക്ക് നാട്ടിൽ ഒത്തിരി കാര്യങ്ങൾ ചെയ്യാൻ സാധിക്കും, ഒത്തിരി ഡെവലപ്മെൻറ്റ് കൊണ്ടുവരാൻ സാധിക്കും, ഒത്തിരി പ്രശ്നങ്ങൾ പരിഹരിക്കാൻ സാധിക്കും. അപ്പോൾ ഒരുപാട് നല്ല മാറ്റങ്ങൾ തൊടുപുഴയ്ക്ക് വരാൻ ആഗ്രഹിക്കുന്ന ഒരാളാണ്, ഒരു സ്ഥാനാർത്ഥിയാണ്. അപ്പോൾ ടൂറിസം മേഖല, അതുപോലെ തന്നെ മാലിന്യ സംസ്കരണം, അതുപോലെ എഡ്യൂക്കേഷൻ സെക്ടർ, ആരോഗ്യ, കാർഷിക മേഖല, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ഇപ്പം നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. നല്ല മാറ്റങ്ങൾ തൊടുപുഴയ്ക്ക് കൊണ്ടുവരാനായിട്ടുള്ള ഒരു അവസരം ഉണ്ടാവട്ടെ. അപ്പോൾ എല്ലാവിധ വിജയാശംസകൾ. സ്റ്റേ ട്യൂൺ ടു ജൂൺ FM 90.8. കേൾക്കാം, പാടാം, ആഘോഷിക്കാം. കേട്ടുകൊണ്ടേയിരിക്കൂ ജൂൺ FM 90.8. കേൾക്കാം, പാടാം, ആഘോഷിക്കാം.